യുദ്ധഭൂമിയിൽ തോക്കുകൾ താൽക്കാലികമായി നിശബ്ദമായിട്ടുണ്ടെങ്കിലും സംഘർഷത്തിന്റെ കരിനിഴൽ ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള വെടിനിർത്തൽ ഔദ്യോഗികമായി നീട്ടിയിട്ടുണ്ടെങ്കിലും അതിനു പിന്നിൽ വലിയൊരു ഉപാധിയുണ്ട്. സമാധാനത്തിനായുള്ള ഈ അവസാന അവസരം ഇറാൻ എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയുടെ ഭാവി. ഈ നിർണായകമായ വെടിനിർത്തൽ നീട്ടലിന് പിന്നിൽ പാകിസ്ഥാന്റെ ശക്തമായ ഇടപെടലുകളുണ്ട്. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും നടത്തിയ അടിയന്തര നയതന്ത്ര നീക്കങ്ങളാണ് ട്രംപിനെ ഇത്തരമൊരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത്. മേഖലയിലെ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ പാകിസ്ഥാൻ വഹിച്ച ഈ മധ്യസ്ഥ ശ്രമം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ വെടിനിർത്തൽ ഒരു സമ്പൂർണ്ണ സമാധാനമല്ല. ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കർശനമായ ഉപരോധവും ഹോർമൂസ് കടലിടുക്കിലെ നാവിക നിയന്ത്രണങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ടെഹ്റാൻ ഒരു ഏകീകൃത സമാധാന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുള്ള അവസാന സമയപരിധിയാണ് ട്രംപ് ഈ കാലാവധിയെ കാണുന്നത്. ഈ സമയത്തിനുള്ളിൽ ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ സൈനിക നടപടി അനിവാര്യമാകുമെന്ന സൂചനയും വാഷിംഗ്ടൺ നൽകുന്നുണ്ട്. ഹൂത്തി വിമതരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. കൂടുതൽ യുദ്ധം വരാനിരിക്കുന്നു എന്ന ഹൂത്തി നേതാക്കളുടെ പ്രഖ്യാപനം വെടിനിർത്തൽ എത്രത്തോളം ദുർബലമാണെന്ന് കാണിക്കുന്നുണ്ട്. ഇറാന്റെ നേരിട്ടുള്ള പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ യുദ്ധകാഹളം മുഴക്കുമ്പോൾ ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന ചോദ്യം ഉയരുന്നു. അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്കിൽ തങ്ങളുടെ പിടിമുറുക്കിയിരിക്കുകയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഇവിടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കാവൽ നിൽക്കുന്നത് ഇറാന്റെ സാമ്പത്തിക മേഖലയെ വല്ലാതെ തളർത്തുന്നുണ്ട്. ഉപരോധം തുടരുന്നതിനിടയിലുള്ള ഈ വെടിനിർത്തൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്വാസം മുട്ടിക്കൽ തന്ത്രമായാണ് അനുഭവപ്പെടുന്നത്. സൗദി അറേബ്യയുടെ അയൽ രാജ്യങ്ങളും ഇറാന്റെ സഖ്യകക്ഷികളും ഒരേപോലെ പടയൊരുക്കം നടത്തുകയാണ്. വിജയം വരെ പോരാട്ടം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ചില പ്രാദേശിക ശക്തികൾ വെടിനിർത്തലിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഓരോ പ്രസ്താവനയും മേഖലയിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു. ഇറാന്റെ നേതൃത്വത്തിനുള്ളിലെ ഭിന്നതകളും ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. ചർച്ചകളെ അനുകൂലിക്കുന്ന വിഭാഗവും യുദ്ധം വേണമെന്ന് വാദിക്കുന്ന വിഭാഗവും തമ്മിലുള്ള വടംവലി കാരണം ഏകീകൃതമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ഇറാൻ കഷ്ടപ്പെടുകയാണ്. ട്രംപ് നൽകിയിരിക്കുന്ന ഈ അവസാന അവസരം ഈ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സമയം കൂടിയാണ്. പാകിസ്ഥാന്റെ ഇടപെടൽ കേവലം സമാധാനത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും വേണ്ടി കൂടിയാണ്. ഒരു വലിയ യുദ്ധം പശ്ചിമേഷ്യയിൽ ഉണ്ടായാൽ അത് പാകിസ്ഥാന്റെ അതിർത്തികളെയും സാമ്പത്തിക സ്ഥിതിയെയും സാരമായി ബാധിക്കും. അതുകൊണ്ടാണ് ഷഹബാസ് ഷെരീഫും അസീം മുനീറും ഈ വിഷയത്തിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്. അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയവും ട്രംപിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു വശത്ത് അമേരിക്കൻ സൈനികരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന ആഗ്രഹം, മറുവശത്ത് ഇറാനെ നിലയ്ക്ക് നിർത്തണമെന്ന ശാഠ്യം. ഈ രണ്ടിനുമിടയിലുള്ള ഒരു ബാലൻസിംഗ് ആക്ടാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത്. വെടിനിർത്തൽ നീട്ടുന്നതിലൂടെ അദ്ദേഹം തന്റെ നയതന്ത്ര പാഠവും തെളിയിക്കാൻ ശ്രമിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ അസ്ഥിരത അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നു. ഉപരോധം കാരണം ഇറാന്റെ എണ്ണ വിൽപ്പന തടസ്സപ്പെടുമ്പോൾ അത് ആഗോള ഊർജ പ്രതിസന്ധിക്ക് വഴിവെക്കുന്നു. ഈ സാമ്പത്തിക ആഘാതം കുറയ്ക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നിർണായകമാണ്. ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ വെടിനിർത്തലിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും പ്രധാനമാണ്. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ട്രംപ് കടുത്ത നടപടികളിലേക്ക് നീങ്ങും. സൈനികമായ ഒരു പ്രകോപനവും സഹിക്കില്ലെന്ന് വാഷിംഗ്ടൺ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. സൗദി അറേബ്യ ഈ സാഹചര്യത്തിൽ വളരെ തന്ത്രപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം മേഖലയിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. അമേരിക്കയുമായുള്ള സുരക്ഷാ കരാറുകൾ ശക്തമാക്കുന്നതോടൊപ്പം ഇറാന്റെ നീക്കങ്ങളെ അവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. യുദ്ധഭീതി കാരണം മേഖലയിലെ നിക്ഷേപങ്ങൾ കുറയുന്നത് ദുബായ് പോലുള്ള സാമ്പത്തിക കേന്ദ്രങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ടൂറിസം, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഈ അസ്ഥിരത പ്രകടമാണ്. വെടിനിർത്തൽ കരാർ നീട്ടിയത് നിക്ഷേപകർക്ക് ചെറിയൊരു ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിലും
ആത്മവിശ്വാസം പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നയതന്ത്ര ലോകത്ത് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിന് ലഭിക്കുന്ന പ്രാധാന്യം ശ്രദ്ധേയമാണ്. സൈനിക നയതന്ത്രത്തിലൂടെ ഒരു വലിയ പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. പാക് ഭരണകൂടത്തിന്റെ ഈ സജീവ ഇടപെടൽ ട്രംപിന് ഒരു മികച്ച എക്സിറ്റ് റൂട്ട് നൽകി. ഇറാന്റെ മുന്നിലുള്ള വഴി അതീവ ദുഷ്കരമാണ്. അമേരിക്കൻ നിബന്ധനകൾ അംഗീകരിച്ചാൽ അത് രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുമെന്ന് അവർ കരുതുന്നു. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന സൈനിക പ്രത്യാഘാതം അതിഭീകരമായിരിക്കും. ഈ ധർമ്മസങ്കടത്തിലാണ് ടെഹ്റാൻ ഇപ്പോഴുള്ളത്. കടലിൽ നടക്കുന്ന നിഴൽ യുദ്ധം ഈ വെടിനിർത്തൽ സമയത്തും തുടരുന്നുണ്ട്. രഹസ്യമായി കപ്പലുകളെ പിടിച്ചെടുക്കാനും മിസൈൽ പരീക്ഷണങ്ങൾ നടത്താനും ഇരുപക്ഷവും ശ്രമിക്കുന്നു. ഇത് ഏത് നിമിഷവും വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടാൻ കാരണമായേക്കാം. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഇപ്പോൾ ലോകത്തിന്റെ മുന്നിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഹൂത്തികളുടെ ആക്രമണ ഭീഷണി ചെങ്കടലിലെ ഗതാഗതത്തെയും ബാധിക്കുന്നുണ്ട്. ഇറാന്റെ സമ്മർദ്ദം ഇല്ലാതെ അവർ പിന്മാറാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഹൂതികളെ നിലയ്ക്ക് നിർത്തുക എന്നത് അമേരിക്ക ഇറാന് മുന്നിൽ വെക്കുന്ന പ്രധാന നിബന്ധനകളിൽ ഒന്നാണ്. ഇത് നടപ്പിലാക്കാൻ ഇറാൻ തയ്യാറാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഈ അനിശ്ചിതാവസ്ഥയ്ക്കിടയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണ്. യുദ്ധഭീതിയും സാമ്പത്തിക ഉപരോധവും കാരണം ഇറാനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാണ്. മരുന്നുകൾക്കും അത്യാവശ്യ സാധനങ്ങൾക്കും നേരിടുന്ന ക്ഷാമം വലിയൊരു മാനുഷിക പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ട്രംപിന്റെ നയം എപ്പോഴും അപ്രതീക്ഷിതമാണ്. ഇന്ന് വെടിനിർത്തൽ നീട്ടിയ അദ്ദേഹം നാളെ ഒരു മിസൈൽ ആക്രമണത്തിന് ഉത്തരവിട്ടേക്കാം. ഈ അസ്ഥിരതയാണ് ഇറാനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ടാവുക. അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ചാണ് ഓരോ നീക്കവും നടക്കുന്നത്. മേഖലയിലെ മറ്റു രാജ്യങ്ങളായ തുർക്കിയും ഖത്തറും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഒരു സമാധാന ചട്ടക്കൂട് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പരസ്പര വിശ്വാസക്കുറവ് വലിയൊരു തടസ്സമാണ്. ഓരോ രാജ്യവും സ്വന്തം താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. പശ്ചിമേഷ്യയിലെ ചതുരംഗ കളത്തിൽ ഷെഹബാസ് ഷെരീഫിന്റെ പങ്ക് ഒരു വലിയ പാലമായിട്ടാണ് കാണപ്പെടുന്നത്. പാകിസ്ഥാന്റെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും ഇത്തരമൊരു അന്താരാഷ്ട്ര ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. ട്രംപുമായുള്ള അദ്ദേഹത്തിന്റെ നല്ല ബന്ധം ഈ ചർച്ചകളിൽ നിർണായകമായി. സമാധാനത്തിനായുള്ള ഈ അവസാന ജാലകം എത്ര നാൾ തുറന്നിരിക്കും എന്ന് പറയാനാകില്ല. സമയം വൈകുന്തോറും യുദ്ധത്തിനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമഗ്ര നിർദ്ദേശത്തിനായി ലോകം കാത്തിരിക്കുകയാണ്. അത് വന്നില്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറിയേക്കാം. സൈനിക വിശകലന വിദഗ്ധർ പറയുന്നത് ഈ ശാന്തത ഒരു കൊടുങ്കാറ്റിന് മുന്നോടിയാണെന്നാണ്. ഇരുപക്ഷവും സൈനികമായി തങ്ങളുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുകയാണ്. യുദ്ധം ഒഴിവാക്കാനല്ല, മറിച്ച് യുദ്ധത്തിന് കൂടുതൽ ഒരുക്കം നടത്താനാണ് ഈ സമയം ഉപയോഗിക്കപ്പെടുന്നത് എന്ന സംശയം പലർക്കുമുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാണെന്നത് അമേരിക്കയെ എപ്പോഴും അസ്വസ്ഥമാക്കുന്നു. ഇതില്ലാതാക്കാൻ സൈനിക നടപടി വേണമെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ ഒരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ അത് ആഗോളതലത്തിൽ വലിയൊരു സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ട്രംപ് ഭയപ്പെടുന്നു. നയതന്ത്ര ചർച്ചകൾ വിജയിക്കണമെങ്കിൽ ഉപരോധത്തിൽ ചെറിയൊരു ഇളവ് വേണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഉറപ്പുകൾ ലഭിക്കാതെ ഉപരോധം നീക്കില്ലെന്ന നിലപാടിലാണ് ട്രംപ്. ഈ വടംവലി ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാവുകയാണ്. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിക്കും. പ്രവാസികളുടെ സുരക്ഷയും എണ്ണവിലയും നമുക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ നീട്ടലിനെ ഇന്ത്യയും സ്വാഗതം ചെയ്യുന്നു. സമാധാനപരമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് ആഗോള സമൂഹത്തിന്റെ ആഗ്രഹം. അവസാനമായി ട്രംപിന്റെ ഈ തീരുമാനം ഒരു വലിയ പരീക്ഷണമാണ്. നയതന്ത്രത്തിന് ഒരു അവസരം നൽകി നോക്കുക എന്നതാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പാകിസ്ഥാന്റെ സഹായത്തോടെയുള്ള ഈ നീക്കം പരാജയപ്പെട്ടാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യയെ നയിക്കും എന്നതിൽ തർക്കമില്ല. വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും യുദ്ധത്തിന്റെ മുരൾച്ച അകലെയല്ല. ഹൂത്തികളുടെ ഭീഷണിയും അമേരിക്കയുടെ ഉപരോധവും ഇതിന്റെ തെളിവാണ്. പശ്ചിമേഷ്യ ഇപ്പോൾ ശ്വാസം അടക്കി പിടിച്ചാണ് നിൽക്കുന്നത്. ഇത് സമാധാനത്തിലേക്കുള്ള പാതയാണോ അതോ വലിയൊരു സ്ഫോടനത്തിന് മുന്നോടിയായുള്ള ശാന്തതയാണോ എന്ന് വരും ദിവസങ്ങൾ നമുക്ക് കാട്ടിത്തരും. വിജയം വരെ പോരാടുമെന്ന അയൽ രാജ്യങ്ങളുടെ പ്രഖ്യാപനം ഈ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. സമാധാനത്തിനായി വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകുമോ
അതോ പോരാട്ടം തുടരുമോ എന്നതാണ് നിർണായകം. ഇറാന്റെ ഓരോ നീക്കവും ലോകം അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. നയതന്ത്രത്തിന്റെ പാതകൾ ഇനിയും തുറക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മേഖലയിലെ എല്ലാ രാജ്യങ്ങളും വിവേകത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ വലിയൊരു ദുരന്തം ഒഴിവാക്കാനാകൂ. സമാധാനത്തിന്റെ ഒരു പുതിയ പുലരി പശ്ചിമേഷ്യയിൽ ഉദിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ നിഴൽയുദ്ധം അവസാനിക്കുകയും ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യുന്നൊരു കാലം വരികയും ചെയ്യട്ടെ. ലോക സമാധാനത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം.